എന്തേ വിശക്കുന്നു ശരിക്കും? എന്താ വേണ്ട? ഇലയിടാക്കുന്നുണ്ട് കേട്ടാ. ആ ഇലയിട പറഞ്ഞേട്ടെ. ഇലയിട. ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ലേ എല്ലാവർക്കും? എന്താ വിശേഷം? വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, അത് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടമായിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തേ. ഒരു ലൈക്ക് ബട്ടൺ അമർത്തിയല്ലേ വേണ്ട, വേറെ നഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ. ചെയ്യണേ പ്ലീസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു. എന്തായാലും ഇന്നിപ്പോൾ ആമി 2-3 ദിവസമായി ഇലയട വേണമെന്ന് പറയുന്നത്. ഞാൻ ഇന്ന് രാവിലെ ടിഫിനിൽ ഇലയട കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കണം എന്ന് വിചാരിച്ച് നിന്നതാണ്. എന്താ ചെയ്യുക, ചില സമയത്ത് നമ്മളെ മൈൻഡ് അങ്ങ് ഔട്ടായി പോകും. അല്ല, ശരിക്കും മനസ്സിങ്ങനെ ഒരു എന്താ പറയുക, ശരിയില്ലെങ്കിൽ പിന്നെ ഒരു പണിയെടുക്കാനും തോന്നൂല അല്ലേ. അങ്ങനെ വെറുതെ കുത്തിരിക്കും. രാവിലെ ഇങ്ങനെ എന്തിനൊക്കെയോ വെറുതെ ഇരുന്ന് സമയമാക്കിയിട്ട് ഞാൻ ഇലയുടെ രാവിലെ ടിഫിനിലാക്കി കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ, മൈൻഡെല്ലാം ഒന്ന് ശരിയാവാൻ. ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ ശരിയാവും. ഓക്കെ. പിന്നെ എന്താ പറഞ്ഞു തന്നെ, ഇനിയിപ്പോൾ ഞാൻ ആമിക്ക് ഇലയുടെ വേണമെന്ന് പറഞ്ഞാൽ ടിഫിനിലാക്കിയിട്ടില്ല. എന്നിട്ടിപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ആമി സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉച്ചക്ക് ചോറും കറിയെല്ലാം വെക്കുന്ന ആ ഒരു സമയം തന്നെ ഇലയടി ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തേങ്ങൻ്റെ പണ്ടം ഉണ്ടാക്കി കേട്ടോ. തേങ്ങപ്പണ്ടം ഉണ്ടാക്കുമ്പോൾ ശരിക്കും പണ്ടത്തിൽ ഏലക്കായ് പൊടി ഇട്ടാൽ നല്ല സ്മെല്ലുണ്ടാകും. പക്ഷേ ഇവർക്ക് ഏലക്കായെല്ലാം ഒന്ന് കടിച്ചു പോയെങ്കിൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോൾ വെള്ളം ഉരുക്കുമ്പോൾ ഏലക്കായ ഇടാം കേട്ടോ. ഏലക്കായൻ്റെ പൊടി ആ വെള്ളം ഉരുക്കുന്നതിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും. ഞാൻ ഇന്നിപ്പോൾ പൊടിയൊന്നുമില്ല, ഞാൻ ഏലക്കായ മുഴുവനായിട്ടാണ് ഇട്ടത്. എന്തായാലും കുറച്ച് നല്ലോണം നെയ്യും പശു നെയ്യ് ആക്കൂ. എന്തായാലും നല്ല ടേസ്റ്റ് പണ്ടാന്ന് കേട്ടോ ഇങ്ങനെ ആക്കിയാൽ, തേങ്ങപ്പണ്ടം. ഈ ഇലയിടാന്ന് പറയുന്ന സംഭവം ഇടയ്ക്കിടെ ഉണ്ടാക്കാനും കഴിക്കാനും തോന്നുന്നൊരു സംഭവം കേട്ടോ. വീട്ടിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഷെയിലും ആമിയും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്നിപ്പോൾ നൗഷാലും വരും ഇങ്ങോട്ട് വ്യാഴാഴ്ച ആയതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ചധികം തന്നെ ഉണ്ടാക്കി. ആദ്യത്തെ ട്രിപ്പ് വെച്ച് രണ്ടാമതാക്കി പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി ചോറെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ബാക്കി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കുന്നതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ചോറിനടുപ്പത്ത് വെച്ചിട്ട് അരിയെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അയിലയുള്ളത്, ആ അയില മുളക് കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇട്ട് കറിവേപ്പിലെല്ലാം ഇട്ട് പിന്നെ പൊടികളെല്ലാം ഞാൻ ഒന്നിച്ചൊരു ബൗളിലാക്കി അങ്ങ് തട്ടലാണ് കേട്ടോ. പൊടികളെല്ലാം സാധാരണ എല്ലാവരും ഇടുന്ന പോലെ തന്നെ ഇടുന്നത്. അതുകൊണ്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ഇടുക. ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്. പിന്നെ ഉപ്പെല്ലാം ഇട്ട് നന്നായി വാടിയ പിന്നെ ആ പൊടികളെല്ലാം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ച പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കറീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുളി ഇടലേ ഇല്ല കേട്ടോ. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ അഥവാ തക്കാളി കുറവ് വന്നെങ്കിൽ മാത്രമേ ഞാൻ പുളി ഉപയോഗിക്കുള്ളൂ. ശരിക്കും ചില ആൾ കറി വെക്കുമ്പോൾ പുളി ഇല്ലെങ്കിൽ മീൻകറി ഒരു ടേസ്റ്റും ഇല്ല എന്നെല്ലാം പറയുന്നേക്കാം. എൻ്റെ കറി ഇതുവരെ ഉപയോഗിച്ച ഒരാളും പുളി ഇല്ലാത്തൊരു കഥ പറഞ്ഞിട്ടില്ല. ഉപ്പ് ചിലപ്പം കുറഞ്ഞ ഉപ്പില്ല എന്ന് പറയുമായിരിക്കും, എന്നാലും പുളി ഇടാത്ത കറിയാണെന്ന് ആർക്കും തിരിച്ചറിയുകയും ചെയ്യില്ല. തക്കാളീൻ്റെ പുളി ഉണ്ടാകുമ്പോൾ വെറുതെ അതെല്ലാം നല്ല ടേസ്റ്റ് കറിയാണ് പുളി ഇല്ലെങ്കിലും മീൻ കറിക്ക്. എൻ്റെ അനുഭവത്തിൽ പറയുന്നത്, കുറേ കാലമായി മീൻ കറി വെക്കുന്നു, ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല, ടേസ്റ്റിൻ്റെ കുറവുമില്ല. എന്തായാലും എന്തെല്ലോ പറയുന്നില്ലേ. എന്തായാലും പണികളെല്ലാം കഴിഞ്ഞ് ചോറും കറിയെല്ലാം ആക്കി ഇലയുടെ ആയി. രണ്ടാമത്തെ ട്രിപ്പ് അടുപ്പിൽ വെച്ച് പാത്രങ്ങളെല്ലാം ബാക്കി വന്നെല്ലാം കഴുകി ഒതുക്കി. അതിൻ്റെ ഇടയിൽ പോയി നിസ്കരിച്ചിട്ടെല്ലാം വന്ന് ആമ അതിൻ്റെ ഇടയിൽ ഇലയുടെയും കഴിച്ച് മദ്രസയിൽ പോയി, മിക്കവും കഴിച്ച് അങ്ങനെ എല്ലാം. പിന്നെ ഇവർ ഷോപ്പിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കേട്ടോ. ചോറ് കഴിച്ച് പിന്നെ ഒരു ഇലയുടെയും കഴിച്ച് നോക്കി, അടിപൊളി തന്നെ.
എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ടെല്ലാം ചെയ്യണേ. പ്ലീസ് 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 സപ്പോർട്ട് ചെയ്യണം. കമൻറ്റും ലൈക്കെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നിപ്പോൾ ചോറും ഈ മീൻകറി മാത്രം മതി കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിന് ഈ കറി. അടിപൊളി കറി. പപ്പടവും കൂട്ടി കഴിച്ചേട്ടാ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം.